ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീപ്സ് വേൾഡ്. ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ മിക്കവർക്കും നല്ലൊരു കേക്ക് ഉണ്ടാക്കുവാൻ സാധിക്കാറില്ല. സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് കേക്ക് കരിഞ്ഞു പോകുക, വിണ്ട് കീറുക, പൊങ്ങാതിരിക്കുക തുടങ്ങിയവ. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ടിപ്സ് ഫോളോ ചെയ്താൽ രുചികരവും മനോഹരവുമായ കേക്ക് ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു റെസിപ്പി അനുസരിച്ചായിരിക്കുമല്ലോ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ആ റെസിപ്പി അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബേക്കിംഗ് പൗഡറിന്റെ അളവ് ശരിയല്ലെങ്കിലും ഓവന്റെ ടെമ്പറേച്ചർ കൃത്യമല്ലെങ്കിലും കേക്കിൽ വിള്ളൽ വീഴ്ത്തും. റെസിപ്പിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ബട്ടർ നന്നായി മയപ്പെടുത്തുക, മാവ് കുറേശ്ശെയായി ചേർക്കുക, മാവ് മെല്ലെ ചേർത്ത് യോജിപ്പിക്കുക തുടങ്ങിയവയൊക്കെ. കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യുമ്പോൾ സാധാരണ കപ്പും സ്പൂണും ഉപയോഗിക്കാതെ ഇതുപോലെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂൺസും ഉപയോഗിച്ച് വേണം അളക്കുവാൻ. ചില റെസിപ്പികളിൽ ഇൻഗ്രീഡിയൻസ് വെയിറ്റിലായിരിക്കും പറയുക. അത് മെഷർ ചെയ്യാൻ ഒരു വെയിങ് സ്കെയിലും ഉപയോഗിക്കണം. കേക്കിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മുട്ട, പാല്, ബട്ടർ എന്നിവയെല്ലാം ബേക്ക് ചെയ്യുന്നതിന് കുറച്ചു നേരം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. ബട്ടർ എളുപ്പത്തിൽ റൂം ടെമ്പറേച്ചർ കൊണ്ടുവരാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ തണുത്ത മുട്ട പെട്ടെന്ന് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പാൽ എളുപ്പത്തിൽ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരാൻ മൈക്രോവേവിൽ 20 സെക്കൻഡോ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കേക്കിന് ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് എല്ലാം പുതിയതായിരിക്കണം. കേക്കിൽ ചേർക്കുന്ന മുട്ട അധികമായി ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല, കേക്ക് കട്ടിയാകും. അതുപോലെ എഗ് വൈറ്റ് കേക്കിൽ ചേർക്കുമ്പോൾ മെല്ലെ ചേർത്ത് യോജിപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ കേക്ക് ഫ്ലഫി ആവുകയില്ല. കേക്ക് ബേക്ക് ചെയ്യുന്ന പാനിന്റെ പകുതി വരെ മാത്രമേ കേക്ക് ബാറ്റർ ഇടാൻ പാടുള്ളൂ. കേക്ക് ശരിയായി റൈസായി വെന്ത് വരാൻ ഇത് അത്യാവശ്യമാണ്. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടുക. പ്രീഹീറ്റ് ചെയ്തില്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൂടുതൽ എടുക്കുകയും കേക്ക് ശരിയായിട്ട് പൊന്തി വരികയും ചെയ്യുകയില്ല. കേക്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ ഓവനിൽ വെക്കണം. കൂടുതൽ നേരം വെച്ചാൽ കേക്ക് സോഫ്റ്റ് ആകില്ല. ഓവന്റെ മിഡിൽ റാക്കിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അതുപോലെ OTG ഉപയോഗിക്കുമ്പോൾ താഴത്തെ റോഡ് മാത്രമേ ഹീറ്റ് ചെയ്യാവുള്ളൂ. അവസാനത്തെ 5 മിനിറ്റ് മാത്രം ടോപ്പ് റോഡിൽ ഇട്ട് കൊടുത്താൽ കേക്കിന്റെ മുകൾ ഭാഗം ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരും. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഓവൻ തുറന്നു നോക്കരുത്. ഓവന്റെ ചൂട് വെളിയിലോട്ട് പോയി ടെമ്പറേച്ചർ കുറയുകയും കേക്കിന്റെ നടുഭാഗം കുഴിഞ്ഞു വരികയും ചെയ്യും. ഓരോ ഓവന്റെയും ടെമ്പറേച്ചർ വ്യത്യാസമായതുകൊണ്ട് റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിന്റെ 5-10 മിനിറ്റ് മുമ്പ് മാത്രം തുറന്നു നോക്കുക. അതായത് റെസിപ്പിയിൽ 45 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 35-40 മിനിറ്റ് ആകുമ്പോൾ മാത്രം തുറന്നു നോക്കുക. കേക്ക് മിക്സ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം മാവ് നന്നായിട്ട് പൊന്തി വരും. പിന്നെ കേക്ക് പതുക്കെ ബ്രൗൺ നിറമാവുകയും സൈഡ് വിട്ടു വരികയും ചെയ്യും. അപ്പോൾ ഓവൻ ഓഫ് ചെയ്തിട്ട് കേക്കിന്റെ നടുഭാഗം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. ടൂത്ത് പിക്കിന്റെ കുത്തി അറ്റത്ത് ഒന്നും പിടിച്ചിരിപ്പില്ലെങ്കിൽ വെന്തിട്ടുണ്ടാകും. കേക്ക് ബേക്ക് ചെയ്ത് തീർന്ന ഉടനെ തന്നെ കേക്ക് പാൻ ഓവന്റെ പുറത്തെടുത്ത് ചൂടാറാൻ വെക്കണം. 15-20 മിനിറ്റിന് ശേഷം കേക്ക് പാനിൽ നിന്ന് മാറ്റി റാക്കിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ആദ്യമായിട്ട് ബേക്ക് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഈ ടിപ്സ് ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ വേറെ എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കൂ. താങ്ക് യു.